ആഭ്യന്തര യുദ്ധത്തിന്റെ തീവ്രമായ ദുരിതം പേറുന്ന ആഫ്രിക്കൻ രാഷ്ട്രമായ സുഡാനിൽ ലോകം കണ്ട ഏറ്റവും ഭീകരമായ വംശഹത്യകളിലൊന്ന് അരങ്ങേറിക്കൊണ്ടിരിക്കുന്നു. സുഡാനിലെ സൈന്യവും അതിശക്തരായ വിമതസേനയായ റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സസും തമ്മിലുള്ള അതിരൂക്ഷമായ പോരാട്ടം രാജ്യത്തെ കിഴക്കും പടിഞ്ഞാറുമായി വിഭജിച്ചിരിക്കുന്നു. ഈ വിഭജനത്തിൽ പടിഞ്ഞാറൻ സുഡാൻ, പ്രത്യേകിച്ച് ഡർഫൂർ പ്രദേശം വലിയൊരു കുരുതിക്കളമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. നിലവിൽ ഈ കൂട്ടക്കൊലയുടെയും മനുഷ്യാവകാശ ലംഘനങ്ങളുടെയും കേന്ദ്ര ബിന്ദുവായി മാറിയിരിക്കുന്നത് RSF നിയന്ത്രണം പിടിച്ചെടുത്ത തന്ത്രപ്രധാന നഗരമായ അൽ ഫാഷിർ ആണ്. അൽ ഫാഷിർ നഗരത്തിൽ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്കിടെ മാത്രം 1500-ലധികം ആളുകൾ കൊല്ലപ്പെട്ടുവെന്ന് ഞെട്ടിക്കുന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. ഏകദേശം 2 വർഷത്തോളം നീണ്ട അതിഭീകരമായ ഉപരോധത്തിന് ശേഷം 2024 ഒക്ടോബർ 26-നാണ് RSF ഈ നഗരം സൈന്യത്തിൽ നിന്ന് കൈവശപ്പെടുത്തിയത്. നഗരം പൂർണ്ണമായി നിയന്ത്രണത്തിലാക്കിയതിന് പിന്നാലെ RSF നടത്തുന്ന അതിക്രമങ്ങൾ അനിയന്ത്രിതമായി വർദ്ധിക്കുകയും മനുഷ്യ സഹായത്തിലെത്തുന്ന എല്ലാ വഴികളും അടച്ച് നഗരത്തെ പൂർണ്ണമായും ഒറ്റപ്പെടുത്തുകയുമാണ് അവർ ചെയ്യുന്നത്. ഈ നടപടി ആഭ്യന്തര യുദ്ധം എന്നതിലുപരി വ്യക്തമായ വംശീയ ഉന്മൂലനത്തിലേക്ക് സുഡാൻ എത്തിച്ചേർന്നിരിക്കുന്നു എന്ന മനുഷ്യാവകാശ സംഘടനകളുടെ മുന്നറിയിപ്പുകൾക്ക് അടിവരയിടുന്നതാണ്. സുഡാനിൽ ഇപ്പോൾ നടക്കുന്നത് കേവലം അധികാരം പിടിച്ചെടുക്കാനുള്ള പോരാട്ടമല്ല, മറിച്ച് അറബ് ഇതര ഗോത്രക്കാരെ തിരിഞ്ഞുപിടിച്ച് വധിക്കുന്ന ഭീകരമായ വംശീയ ശുദ്ധീകരണമാണ് എന്നതാണ് നിരീക്ഷകർ വിലയിരുത്തുന്നത്. പുറത്തു വന്ന ദൃശ്യങ്ങളും റിപ്പോർട്ടുകളും വരി നിർത്തി വെടിവെച്ച് കൊല്ലുന്നതിന്റെയും ക്രൂരമായ പീഡനങ്ങളുടെയും വ്യാപകമായ ലൈംഗിക അതിക്രമങ്ങളുടെയും കഥകളാണ് ലോകത്തോട് പറയുന്നത്. വംശീയ ഉന്മൂലന ഭീഷണികളിൽ നിന്ന് രക്ഷ തേടി ഏകദേശം 33,000-ലധികം ആളുകൾ ജീവൻ പണയം വെച്ച് അൽ ഫാഷിർ നഗരം വിട്ട് പലായനം ചെയ്തു കഴിഞ്ഞു. കുഞ്ഞുങ്ങളും സ്ത്രീകളും വൃദ്ധരും അടക്കമുള്ള ഈ അഭയാർത്ഥി പ്രവാഹം കിലോമീറ്ററുകളോളം മരുഭൂമിയിലൂടെ നടന്ന് സുരക്ഷിതമായ ഒരിടം തേടുകയാണ്. അടിസ്ഥാന സൗകര്യങ്ങളോ ഭക്ഷണമോ വെള്ളമോ ഇല്ലാതെ നടക്കുന്ന ഈ പലായനം സമീപകാല ചരിത്രത്തിൽ ലോകം കണ്ട ഏറ്റവും വലിയ മനുഷ്യ പലായന പ്രതിസന്ധികളിൽ ഒന്നായി മാറിക്കൊണ്ടിരിക്കുന്നു. 2023 ഏപ്രിലിൽ പൊട്ടിപ്പുറപ്പെട്ട ആഭ്യന്തര യുദ്ധം സുഡാനെ സാരമായി തകർത്തു. ഐക്യരാഷ്ട്രസഭയുടെ കണക്കുകൾ പ്രകാരം ഇതുവരെയായി ഏകദേശം 40,000 ആളുകൾ കൊല്ലപ്പെടുകയും 1.2 കോടിയിലധികം ആളുകൾക്ക് വീട് വിട്ട് പലായനം ചെയ്യേണ്ടി വരികയും ചെയ്തു. സുഡാനിലെ തലസ്ഥാനമായ ഖാർത്തൂമും രാജ്യത്തിന്റെ മധ്യകിഴക്കൻ പ്രദേശങ്ങളും ഇപ്പോഴും സുഡാൻ ആൻഡ് ഫോഴ്സിന്റെ നിയന്ത്രണത്തിലാണെങ്കിലും ഡർഫൂർ ഉൾപ്പെടെയുള്ള പടിഞ്ഞാറൻ പ്രദേശങ്ങളും സമീപമുള്ള കോർദോഫാനും റാപ്പിഡ് സ്പോട്ടഡ് ഫോഴ്സസിന്റെ പൂർണ്ണ നിയന്ത്രണത്തിലാണ്. ഈ ഭൂമിശാസ്ത്രപരമായ വിഭജനം സാധാരണക്കാർക്ക് സഹായം എത്തിക്കുന്നതിനേക്കാൾ അവർക്ക് സുരക്ഷ ഉറപ്പാക്കുന്നതിനോ ഉള്ള സാധ്യതകൾ ഇല്ലാതാക്കുന്നതാണ്. RSF നിയന്ത്രിത മേഖലകളിൽ കുടുങ്ങിയ ജനങ്ങൾക്ക് അന്താരാഷ്ട്ര സഹായം എത്തിക്കാൻ സാധിക്കാത്ത അവസ്ഥയിലാണ് ലോകരാജ്യങ്ങൾ. അൽ ഫാഷിറിൽ അരങ്ങേറുന്ന കൂട്ടക്കൊലയുടെയും വംശഹത്യയുടെയും ഭീകരമായ വാർത്തകൾ ലോകമെമ്പാടും പ്രചരിക്കുന്നുണ്ടെങ്കിലും അന്താരാഷ്ട്ര സമൂഹം പുലർത്തുന്ന ക്രൂരമായ മൗനം അതീവ പ്രതിഷേധാർഹമാണ്. മാനുഷിക ദുരന്തങ്ങൾ കണ്ടില്ലെന്ന് നടിക്കുന്ന ലോകത്തിന്റെ ഈ നിസ്സംഗതയുടെ പ്രധാന കാരണം സുഡാനിലെ സാമ്പത്തികപരമായ താൽപര്യങ്ങളാണെന്ന വിമർശനം ശക്തമാണ്. സുഡാനിലെ സ്വർണ്ണഖനികൾ ഉൾപ്പെടെയുള്ള പ്രകൃതി വിഭവങ്ങളിലും തന്ത്രപ്രധാനമായ ഭൂമിശാസ്ത്രപരമായ സ്ഥാനത്തിലും ലോകശക്തികൾക്ക് സ്വന്തമായ സാമ്പത്തിക താൽപര്യങ്ങളുണ്ട്. ഈ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിനായി അടിയന്തരമായ മാനുഷിക ഇടപെടലുകൾ നടത്താതെ മാറി നിൽക്കുകയാണ് പ്രബല രാഷ്ട്രങ്ങൾ ചെയ്യുന്നത്. ഈ മൗനം വിമതസേനയായ RSFനെ കൂട്ടക്കൊലകൾ തുടരാനും കൂടുതൽ പ്രദേശങ്ങൾ കൈവശപ്പെടുത്താനും സൗകര്യമൊരുക്കുന്നു. അന്താരാഷ്ട്ര സമൂഹം ഉടൻ ഉണർന്ന് പ്രവർത്തിക്കുകയും ഈ വംശഹത്യയെ തടയുകയും സമാധാന ചർച്ചകൾക്ക് മുൻകൈയെടുക്കുകയും ചെയ്യേണ്ടത് ഒരു ധാർമ്മിക ഉത്തരവാദിത്തമായി മാറിയിരിക്കുന്നു. സുഡാനിലെ ജനതയുടെ നിലവിളി അവഗണിക്കപ്പെടുന്നത് മാനവികതയ്ക്ക് തന്നെ അപമാനമാണ്. മനുഷ്യാവകാശങ്ങളുടെയും അന്താരാഷ്ട്ര നിയമങ്ങളുടെയും ലംഘനമായി ഇതിനെ കാണേണ്ടതും ഇതിന് ഉത്തരവാദികളായവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കേണ്ടതും അനിവാര്യമാണ്.